ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സ്കാരിയസ്റ്റ് ആയിട്ടുള്ള 10 ഹോണ്ടഡ് പ്ലേസ് ആണ്. ആദ്യത്തേതാണ് ലക്കിടി ഗേറ്റ് വേ. അതനുസരിച്ച് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് വന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ അദ്ദേഹം കരിന്തണ്ടൻ എന്ന ഒരു ഗോത്രവർഗക്കാരന്റെ സഹായം തേടുകയായിരുന്നു. എന്നാൽ കരിന്തണ്ടനാകട്ടെ അദ്ദേഹത്തെ കൊണ്ട് ദുർഘടമായ പ്രദേശത്തിലൂടെ വരികയായിരുന്നു. എന്നാൽ ഈ പ്രദേശത്തിലൂടെ വരുന്നതിന്റെ ക്രെഡിറ്റ് കിട്ടാനായിട്ട് അദ്ദേഹം കരിന്തണ്ടനെ കൊലപ്പെടുത്തി. പിന്നീട് നിഗൂഢതയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. അത് കാരണം അവിടെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയി ചിത്രീകരിക്കാൻ തുടങ്ങി. അടുത്തത് ഹൈമാവതി കുളം. തിരുവനന്തപുരത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഹൈമാവതി കുളം എന്നത് ഒരു പ്രേത ശല്യമുള്ള കുളമായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശം കണക്കാക്കപ്പെടും. അതിന് കാരണം ബ്രാഹ്മണ യുവതിയായ ഹൈമാവതി എന്ന പേരുള്ള ഒരു സ്ത്രീ താഴ്ന്ന ജാതിക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും പിന്നീട് അവളുടെ ബന്ധുക്കൾ കാമുകനെ കൊല്ലുകയും ആ ദുഃഖത്തിൽ അവൾ ഹൈമാവതി കുളത്തിൽ പോയി ചാടി മരിക്കുകയും തുടർന്ന് ആ കുളം ഹൈമാവതി കുളം എന്നറിയപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം, പലപ്പോഴും രാത്രികളിൽ ആരൊക്കെയോ കുളത്തിൽ മുങ്ങി മരിക്കുന്നതിന്റെയും നിലവിളിക്കുന്നതിന്റെയും ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ് ചിലർ അവകാശപ്പെട്ടത്. പ്രേതബാധയുള്ള ആ കുളത്തിൽ ആത്മാക്കൾ ഇങ്ങനെ വേട്ടയാടി സ്വൈര്യവിഹാരം നടത്തുന്നതായി പലരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഇത് ഹൈമാവതി കുളം എന്നും പറയപ്പെട്ടത്. അടുത്തതായി പേരണ്ടൂർ കനാൽ. ഈ കനാലിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള കഥകളുണ്ട്. അതിൽ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളതാണ് വടുതല മത്തായി. ഈ വടുതല മത്തായി എന്ന് പറയുന്ന ആള്, പുള്ളിക്കാരൻ കുറച്ച് അക്രമാസക്തനായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. വേണമെങ്കിൽ പ്രദേശത്തെ ഒരു ഗുണ്ട എന്ന് തന്നെ നമുക്ക് പറയാം. അയാൾ ഉയർന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ ആക്രമിച്ചു. തുടർന്ന് അയാളെ പേരണ്ടൂർ കനാലിന് കുറുകെയായിട്ട് കെട്ടിപ്പിടിച്ചു. കനാലിനുള്ള കൽവെട്ട് മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് അസ്വസ്ഥമാവുകയും തുടർന്ന് അവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട് എന്നും ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ പ്രീണിപ്പിക്കാനായിട്ട് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ഒക്കെ ബീഡി, സിഗരറ്റ്, അതുപോലെ തന്നെ മദ്യം തുടങ്ങിയ സാധനങ്ങൾ കനാലിലേക്ക് ഇടുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് മോറിസ് ബംഗ്ലാവ്. മോറിസ് ബംഗ്ലാവ് ഒരു പഴയ കൊളോണിയൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഉണ്ടായ പ്രേതകഥയാണ് മോറിസ് ബംഗ്ലാവിനുള്ളത്. പല ആളുകളും ആ ഉദ്യോഗസ്ഥന്റെ ആത്മാവ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ടും അറിഞ്ഞു നടക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊളിഞ്ഞു വീഴാറായ ആ കെട്ടിടവും ആ കെട്ടിടത്തിന്റെ കുറച്ച് ഭയാനകരമായിട്ടുള്ള അന്തരീക്ഷവും ഇങ്ങനെ ഒരു കെട്ടുകഥയുമായിരിക്കാം ജനങ്ങൾക്ക് ഭീതി വരുത്തുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. അബൌട്ട് മൗണ്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം പണ്ട് മോറിസ് എന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ രോഗികളെ നോക്കാനായിട്ട് ഉപയോഗിച്ച ഒരു ഹോസ്പിറ്റൽ പോലെ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗികളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ പേര് കേട്ട ഒരു ഡോക്ടർ തന്നെയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മോറിസിന്റെയും അദ്ദേഹത്തിന്റെ രോഗികളുടെയും ആത്മാക്കൾ ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വന്നു എന്നതാണ് മറ്റൊരു അഭ്യൂഹം. കാടിനുള്ളിൽ നഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയോ ആത്മാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കഥയാണ് അടുത്തത്. ഓൾസോ ഇസ് റിലേറ്റഡ് ടു ആതിരപ്പള്ളി വാട്ടർഫാൾസ്. അവിടെ വരുന്ന വിനോദസഞ്ചാരികളിൽ പലരും ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഥ എന്നത് തലമുറകളാൽ കൈമാറി വന്നതാണ്. എന്നാൽ ആ പ്രദേശത്തിന്റെ മൂടൽമഞ്ഞ് ആ വ്യവസ്ഥയിലെ നാടോടികളുടെ കഥകൾ പോലെ അതങ്ങനെ ആ പ്രദേശത്തെ മാത്രം തങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറി. ആർക്ക് വിശ്വസിക്കാനാകും? ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് 41 ദിവസം വ്രതമെടുത്തു പോകുന്ന ശബരിമലയിൽ പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ശബരിമലയിൽ ചിലപ്പോൾ അത് ഉണ്ടാകാം, ഇല്ലായിരിക്കാം. അതെ, പുരോഹിതനായ ഒരാളുടെ ആത്മാവ് ഭക്തജന തിരക്കിനിടയിൽ വരാറുണ്ടെന്ന്, അവിടെ പലതരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങൾ മുഴുവൻ കേൾക്കാറുണ്ടെന്നും പല ഭക്തന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ കൊട്ടാരം. തിരുവിതാംകൂർ രാജ്യത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശം IT ജീവനക്കാർ ഭാഗിച്ചു. പിന്നീട് അവിടെ കുട്ടികൾ ഇല്ലാതിരുന്നിട്ടും കുട്ടികളുടെ നിഴലുകൾ, അവരുടെ പ്രസൻസ്, മന്ത്രിപ്പുകൾ, വെളുത്ത നിറത്തിലുള്ള രൂപം ഇവയൊക്കെ കാണാൻ തുടങ്ങി.
പിന്നീട് അവിടം ഒരു പ്രേതഭവനമായി മാറി. ഇതൊരു ശപിക്കപ്പെട്ട വീടാണെന്ന് മനസ്സിലാക്കിയ അവർ ആ പദ്ധതി അവിടെ ഉപേക്ഷിച്ചു. ബോണക്കാട് ബംഗ്ലാവ്. അവിടെ ഒരു കുട്ടിയെ കൊലപ്പെടുത്തി. എന്നാൽ അതിൽ അസ്വസ്ഥരായിട്ടുള്ള വീട്ടുകാരാകട്ടെ ആ വീട് ഉപേക്ഷിച്ചു പോയി. എന്നാൽ ആ വീടിനെ ചുറ്റിപ്പറ്റി ആ കുട്ടിയുടെ ആത്മാവുണ്ടെന്നും ആ കുട്ടി വളരെ ഭയാനകമായ രൂപത്തിൽ നാട്ടുകാരെ പേടിപ്പിക്കാറുണ്ടെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ പരന്നു. കേരളം ഒട്ടൊക്കെ അറിയുന്നതും ഇപ്പോൾ ഒരു സിനിമയുടെ ഭാഗമായി മാറിയതുമായിട്ടുള്ള ഒരു പ്രേത അനുഭവമാണ് സുമതിയുടേത്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടുള്ള സുമതി വളവ് നമുക്കിതിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക.